രാവിലെ ഉറക്കമണിഞ്ഞേക്കുമ്പോ ജലജ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോവാണ്. രാത്രിയില് എസിയുടെ കൂളിങ് കൂടുതലായതുകൊണ്ട് തന്നെ കനകാണെങ്കില് കബോർഡിലിരുന്ന ജലജയുടെ നല്ല വില കൂടി സാരിയുമെല്ലാം എടുത്ത് പുതച്ചുകൊണ്ട് കിടന്ന് ഉറങ്ങാണ് കേട്ടോ. എടിയൊന്നും വിളിച്ചുകൊണ്ട് ആ സാരിയെല്ലാം വലിച്ചെടുക്കാണ് ജലജ. ആ വലിക്കുന്ന ആഘാതത്തിൽ കനക താഴെ വീഴുന്നുണ്ട്. നിന്റെ അമ്മയെന്ന് പറഞ്ഞ് കാറിക്കൊണ്ട് കനകൻ എണീക്കുകയാണ്. എന്താ നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? എത്ര വില കൂടി സാരിയാണെന്ന് അറിയാമോ എന്റെ? നിനക്ക് പുതച്ചെടുക്കാനുള്ളതാണോട് ഇരുന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോ കനകൻ പറയാണ്, ഞാൻ എന്താ ചെയ്യാ, രാത്രി എസിൽ തണുപ്പെന്ന് കുറച്ചുതരാൻ പറഞ്ഞല്ലേ, എനിക്കാണെങ്കിൽ ബ്ലാങ്കറ്റ് തന്നില്ല. എന്താണെങ്കിലും ഞാൻ നിങ്ങളുടെ ബന്ധുവല്ലേ, എന്നിട്ട് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ? അതുകൊണ്ടല്ലേ എനിക്ക് വേറെ നിവൃത്തിയില്ലാതെ സാരി ഞാൻ എടുത്ത് കൊടുത്തത്, അല്ലെങ്കിൽ ഞാൻ രാവിലെ ചത്തുപോയെന്ന് പറയാണ്. കനകൻ പറഞ്ഞു, എങ്കിൽ എത്ര നന്നായിരുന്നേനെ, എന്റെ എത്ര വില കൂടി സാരി എന്നറിയാം ഇതിന്റെ ഓർമ്മത്തിന് തന്നെ വരും 10-30,000 രൂപ എന്ന് പറയാട്ടോ ജലജ. അപ്പോഴേക്കും എന്റെ ഈശ്വര, ഇത്രയും വില കൂടി സാരികളോ എന്നിങ്ങനെ പറയുകയാണ് കനകം. അതങ്ങനെ ആ ചേറിൽ കിടന്നതിനെയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടാക്കിയിരിക്കല്ലേ, എല്ലാം ഞാൻ അനുഭവിച്ചല്ലേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ ദേഷ്യപ്പെട്ടു പോവാണ്. ഓ, അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ എന്നും പറഞ്ഞിട്ട് കനകം താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. കനകൻ താഴെ വരുമ്പോ കാണുന്ന കാഴ്ച, എല്ലാരും അവിടെ നയനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. ഇത് എവിടെ പോയി ഇവളെന്നും പറഞ്ഞിട്ട് എല്ലാവരും അന്വേഷിക്കുകയാണ്. ഇതേ സമയത്ത് ഫ്ലാഷ് ബാക്കില് നയനയും ആദർശം കൂടിയിട്ട് ബൈക്കില് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയാണ്, ഒരുപാട് നാളുകൊണ്ടുള്ള എന്റെ ആഗ്രഹമാണ് എന്റെ ഭർത്താവിന്റെ കൂടെ ഇങ്ങനൊന്ന് പോണോന്ന്. ഈശ്വരന ഇന്ന് എനിക്ക് വേണ്ടി അതിനെ അവസരത്തിൽ തന്നെ എന്ന് പറയാണ്. അങ്ങനെ ഓർന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, നിനക്ക് അങ്ങനെയൊക്കെ പറയാം, എനിക്കാണെങ്കിലോ അമ്മ എങ്ങനെ അറിയൂ എന്നുള്ള പേടിയാ. അമ്മ എങ്ങനെ അറിഞ്ഞാൽ തീർന്നു, അതോടെ വലിയൊരു ഇഷ്യൂ ആകുമെന്ന് പറയുമ്പോ നയനെ പറയാണ്, ആദർശേട്ടന്റെ അമ്മയുടെ 5 വയസ്സുള്ള മകന് അതാ എല്ലാ പ്രശ്നത്തിന് കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് പറയാണ്, അതെ, എനിക്ക് അത് തന്നെയാ ഇഷ്ടം. എന്റെ അമ്മയുടെ കുഞ്ഞു മകനായിട്ടിരിക്കുന്ന എനിക്കിപ്പോഴും ഇഷ്ടം. ആ അമ്മയുടെ സ്നേഹം അപ്പൊ ഒരുപാട് കിട്ടുമല്ലോ, അതുകൊണ്ട് അതിലൊന്നും നീ കൈകടത്തണ്ട എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയാണ്, ഓഹോ, അതിനർത്ഥം ഈ ജന്മം എനിക്ക് ഭാര്യ എന്നുള്ള സ്ഥാനം കിട്ടില്ല എന്ന് തന്നെയാണല്ലോ അല്ലേ എന്നൊക്കെ പറയുമ്പോ നീ മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ഇതുപോലെ ഒരാഗ്രഹം പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് എന്ന് പറയാണ്. ഇവിടെ ഒന്നും കടയൊന്നും കാണുന്നില്ല എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, ഞാൻ ഓർക്കുമായിരുന്നു കട ഇപ്പോഴെങ്ങും കാണരുതെന്ന്. അപ്പൊ ആദർശ് പറയുന്നു, അതെന്താന്ന് ചോദിക്കുമ്പം, അല്ല, അങ്ങനെയാവുമ്പോ നമുക്ക് ഒരുപാട് ദൂരം ഇങ്ങനെ ബൈക്കിലിരുന്ന് പോകാലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആദർശ് ചെറുതായിട്ടൊന്ന് ചിരിച്ചിട്ട്, ആഹാ, നീ ആള് കൊള്ളാലോ എന്ന് പറയാണ് കേട്ടോ. അപ്പോഴേക്കും അവിടെ ഒരു ബീരാക്കടയുടെ ഉടമസ്ഥരാണെങ്കിൽ ആ കട അടച്ചിട്ട് അടുത്ത് വന്നവരെ ഭിക്ഷക്കാരനോട് ഇന്ന് നോയിക്കോണെന്നും പറഞ്ഞിട്ട് അയാൾ എങ്ങോട്ടാ പോകുന്നത് കാണിക്കുന്നുണ്ട്. അതേസമയത്ത് മറുസൈഡില് കുറച്ച് പോലീസുകാർ നിന്നിട്ട്, ആരെയും കാണുന്നില്ലല്ലോടാ, ഏതോനെങ്കിലും കണ്ടെന്നെങ്കിൽ പിടിച്ച് ഒന്ന് അറസ്റ്റ് ചെയ്യായിരുന്നു, എത്ര നാളെ 10ന്റെ കാശ് കണ്ടിട്ട് എന്നൊക്കെ അവര് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അകത്തേക്ക് ആദർശ് പറയാണ്, നമുക്ക് അകത്ത് കയറി നോക്കിയാലോ. നയന പറഞ്ഞുണ്ട്, അവിടെ ആളില്ലല്ലോ, അപ്പൊ എങ്ങനെ കയറി നോക്കാനാ? അതൊന്നും സാരില്ല, വാ നമുക്ക് എടുക്കാന്ന് പറയുമ്പോ, അയ്യോ, മോഷ്ടിക്കാനോ? ഞാനൊന്നും ഇല്ലാന്ന് പറഞ്ഞല്ലോ നയന. ഇത് മോഷണമൊന്നുമല്ല, നമ്മളെ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, മാങ്ങ വറക്കി തിന്നൊക്കെ ചെയ്തിട്ടില്ലേ, അങ്ങനെ അങ്ങ് കരുതിയാ മതി എന്നും പറഞ്ഞിട്ട് ആദർശ് നയനയും കുട്ടി അകത്തേക്ക് കയറുന്നുണ്ട്. ആ ഒരു ഇത് പൊക്കുമ്പോ തന്നെ അവിടെ കിടന്ന ആൾ ഓർക്കാണ്, ഓഹോ, നീ വന്നോ എന്ന് ചോദിച്ചിട്ട് അയാളെ വീണ്ടും കിടന്നിറങ്ങുന്നുണ്ട്. മുതലാളിയാണെന്നാണ് കേട്ടോ ആ ഭിക്ഷക്കാരൻ കരുതിയത്. അങ്ങനെ ആദർശ നയനയും കൂടി അകത്തേക്ക് കയറുന്നുണ്ട്. അകത്ത് കയറിയിട്ട് അവര് ആ മുറുക്കാനൊക്കെ എടുത്ത് ആദ്യം ആദർശ് നയനയ്ക്ക് കൊടുക്കാണ്. നയന മുറുക്കിയിട്ട്, വാവ്, അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന, ആദർശത്തിന് ഞാൻ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഡബിൾ സ്ട്രോങ്ങില് ഉണ്ടാക്കി കൊടുക്കാണ് കേട്ടോ. എന്നാൽ ആദർശ് ഇത് കഴിച്ചപാടെ ആദർശന് തലയ്ക്ക് പിടിക്കുന്നുണ്ട്. ആദർശ് പുറകോട്ട് മാറുമ്പോഴേക്കും അവിടുന്ന് ടേപ്പാക്കാട് താനെ ആദർശിന്റെ കൈ തട്ടി ഓണാന്നിട്ട് പാട്ട് കേൾക്കാൻ കേട്ടോ. അപ്പോഴേക്കും മുതലാളി തിരിച്ചു വരുന്നുണ്ട്. അവൻ നോക്കുമ്പോഴേക്കും അവന്റെ കടയുടെ ഷട്ടർ ആണെങ്കിലോ താന്നും കിടപ്പുണ്ട്. അകത്താരോ ഉണ്ടെന്നുള്ള കാര്യം അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. പാട്ടിന്റെ സൗണ്ടും കേൾക്കുന്നുണ്ട്. അപ്പൊ അയാൾ പോലീസിനെ വിളിക്കാണ്, സാർ, എന്റെ കടയിൽ ആരോ ഉണ്ട്. അപ്പോഴേക്കും അയാൾ ചോദിക്കാണ്, തന്റെ കടയിൽ ആരോ ഉണ്ടെന്ന് താൻ എന്നെ വിളിച്ചാണ് പറഞ്ഞത്, തനിക്ക് നോക്കിക്കൂടെ ചോദിക്കുമ്പം, സാർ, കള്ളന്മാരാണെന്ന് തോന്നുന്നു, ഞാൻ അടച്ചിട്ട് പോയ കഥ, ഇപ്പൊ ഞാൻ വന്നപ്പം ആ ഷട്ടർ താന്നെ കിടക്കുന്നത്, പക്ഷെ അകത്ത് ആളുണ്ട്, അവര് പാട്ടൊക്കെ വെച്ച് നിക്കാന്ന് പറയുമ്പോ, പാട്ട് വെച്ച് നിക്കണോ, ഞങ്ങൾ എന്നാലും ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ട് അവര് നേരെ അങ്ങോട്ടേക്ക് വരികയാണ്. കണ്ടില്ലേ സാർ, ഏതോ 2 പേര് ജോഡിയായിട്ടാണെന്ന് തോന്നുന്നത്, ഭയങ്കര ഡാൻസുകളും ബഹളൊക്കെ ആണെന്ന് പറയുന്നുണ്ട്. അകത്തേക്ക് കയറി നോക്കാന്ന് പറഞ്ഞ് പോലീസുകാരൻ അയാളെ വിളിച്ചോണ്ട് അകത്തേക്ക് ഷട്ടർ പൊക്കി കയറുമ്പോഴേക്കും
ഇവര് വരുന്നത് പോലും അറിയാതെ ആദർശ് നയനയും അവിടെ ഭയങ്കര ഡാൻസ് ആണ് കേട്ടോ. ഡപ്പാങ്കുത്തൊക്കെ കളിച്ച് ഭയങ്കര ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴേക്കും ആ മുതലാളിയും ആ പോലീസുകാരന്റെ കൂടെ ഉണ്ടെന്ന ബാക്കി പോലീസുകാരൊക്കെ അവരുടെ കൂടെ നിന്ന് ഡാൻസ് കളിക്കാണ്. നിർത്തരോ എന്ന് ആ പോലീസുകാരനും അയാളും പോലീസുകാരൻ അവരോടൊക്കെ പറയുമ്പോഴേക്കും നയന പെട്ടെന്ന് ചാടി നിർത്തുകയാണ്. അപ്പോഴേക്കും ആദർശ് എന്നിട്ട് നിർത്താതെ ഡാൻസ് കളിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോഴേക്കും നയന അയ്യോ ആദർശേട്ടാ തിരി എന്ന് പറയുന്നുണ്ടെങ്കിലും ആദർശിന്റെ ആദർശിനെ കെട്ടുകയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ആരാ എന്താന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആദർശിട്ടത് പോലീസുകാരോ എങ്കിൽ എനിക്കൊരു ഡബിൾ സ്ട്രോങ്ങില് ഒരു മുറുക്കാൻ എടുത്താ എന്ന് പറയുമ്പോഴേക്കും ആഹാ പോലീസുകാരോട് മുറുക്കാൻ ചോദിക്കണമെന്ന് ചോദിക്കാണ്. കൊള്ളാലോ നിങ്ങൾ കണ്ടിട്ടല്ലേ ഡീസന്റ് ആണ് തോന്നുന്നല്ലോ. എന്നിട്ട് കടലിൽ കയറി രാത്രി മോഷ്ടിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ അയ്യോ സാറേ ഞങ്ങൾ മോഷ്ടിക്കാൻ വന്നല്ല, കുറെ കട തപ്പിയിട്ടും ഒരു കട പോലും കണ്ടില്ല. ഈ കടയിലാണെങ്കിലോ പകുതി ഷർട്ട് പൊങ്ങിയിരിക്കുന്നത് കണ്ടു. അപ്പൊ അകത്ത് ആളുണ്ടാവുന്ന കരുതിയാ കയറിയത്. പക്ഷെ ഇവിടെ ആരും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ മുറുക്കിയത്. ക്യാഷൊക്കെ ഞങ്ങൾ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പോലീസ് പറയണ കണ്ടില്ലേടോ ക്യാഷ് തന്നോളന്നവർ പറഞ്ഞില്ലേ, പിന്നെ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ അയ്യോ സാറേ എങ്കിലും കടക്കകത്ത് കയറിയ കള്ളന്മാരല്ലേ ഇവർ അറസ്റ്റ് ചെയ്യുന്ന പറയുമ്പോഴേക്കും ആദർശ് ചൂടാവാണ്. ഓഹോ നിനക്ക് അറസ്റ്റ് ചെയ്യണടാ, ഇങ്ങോട്ട് വാടാ, ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ നാളെ പിടിച്ചു മാറ്റണം. അയ്യോ സാറേ സോറി, ഒരു ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു, ഡബിൾ സ്ട്രോങ്ങിലാ കൊടുത്ത്, അതുകൊണ്ടാ ഇന്നേവരെ അങ്ങനൊന്നും ശീലമില്ലാത്ത ആളാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് മൂർത്തീസ് ജ്വല്ലറിയുടെ MD എന്നൊക്കെ പറയുമ്പോൾ അയ്യോ മൂർത്തി സാറിന്റെ കൊച്ചുമോനാണെന്നൊക്കെ ചോദിക്കാണ്. അതെ സാർ ഞങ്ങളെ പൈസ തന്നേക്കാന്ന് പറഞ്ഞിട്ട് അതിന് പൈസയൊക്കെ എടുത്ത് അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്നാ പെട്ടെന്ന് രണ്ടുപേരും വീട്ടിൽ പോന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ പറഞ്ഞിടുകയാണ്. അങ്ങനെ വെളിയിലേക്ക് പോയിട്ട് ആദർശ് മുഖമൊക്കെ കഴുകുന്നുണ്ട്. എന്നിട്ട് എന്ത് തലയ്ക്ക് പിടിച്ചു പോയല്ലോ എന്നൊക്കെ പറയാണ്. നയന പറഞ്ഞു എന്തൊക്കെ അവിടെ കിടന്ന് കാട്ടുകൂട്ടിയ പോലീസുകാരുടെ മുമ്പില്. ആദർശ് ചോദിക്കുന്നുണ്ട് ഞാൻ ഓവറായി പോയെന്ന് ചോദിക്കുമ്പോ പിന്നെ അല്ലാതെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നേരം വിളിക്കാറായി വീട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് ആദർശ് നയനയുടെ ബൈക്ക് എടുത്തിട്ട് വീണ്ടും പോവാണ് കേട്ടോ. അങ്ങനെ അവർ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നയനെ കാണാതെ എല്ലാരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെരഞ്ഞു നടക്കാണ്. കനകം പറയുന്നുണ്ട് എവിടെയും കണ്ടില്ല, ആദർശനെയും കാണുന്നില്ല നയനെയും കാണുന്നില്ലെന്ന് പറയുന്നുണ്ട്. അവർ ഈ വെളുപ്പിനെ എവിടെ പോകാനാ, അതും ആരോടും പറയാതെ അവരെവിടെയും പോവാറില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ചായ പോലും ഇതുവരെ വെച്ചിട്ടില്ലാന്ന് ജലജയും ദേവനെയും പറയുമ്പോ കനകം മനസ്സിലോർക്കാണ് ഇത്രയും പേരുണ്ടായിട്ട് ആർക്കെങ്കിലും ചായ വെച്ചൂടെ, അതുകൊണ്ട് മോള് തന്നെ വരണോ എന്നിങ്ങനെ ആലോചിക്കാണ്. അപ്പോഴേക്കും കനകം പറയുന്നുണ്ട് ഞാൻ ചായ ഇട്ട് തരല്ലാവർക്കും എന്ന് പറയുമ്പോ അത് വേണ്ട. ജാനകി പറയുന്നുണ്ട് ഞാൻ ചായ ഇടാന്ന് പറയുമ്പോൾ അതും വേണ്ട എന്ന് ദേവേനി പറയാണ്. അവള് വരട്ടെ, അവള് വന്നിട്ട് ചായ ഇട്ടാ മതി എന്ന് പറയുമ്പോ മുത്തശ്ശൻ പറയുന്നുണ്ട് അതെന്ത് വാശിയാ ദേവയാനി, ജാനകി ഇപ്പൊ എല്ലാവർക്കും ചായ ഇടുമെന്ന് മുത്തശ്ശൻ പറഞ്ഞു വിടുമ്പം ജാനകി പോയിട്ട് എല്ലാവർക്കും ചായ വെക്കുന്നുണ്ട് കേട്ടോ. അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ആദർശും നയനയും കയറി വരുന്നുണ്ട്. അപ്പൊ ഇവര് കയറി വരുന്ന കാഴ്ച കണ്ട് ദേവേനി ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. കാരണം നയന ചുരിദാറൊക്കെ ഇട്ട് നല്ലൊരു വേഷത്തിലാണല്ലോ പോയിട്ടുണ്ട്. അങ്ങനെ കയറി വരുന്ന കാണുമ്പോഴേക്കും എല്ലാരും ഇങ്ങനെ അന്തിച്ച് നിൽക്കാണ്. അപ്പോഴേക്കും ജാനകി പറയാണ് ഓഹോ മനസ്സിലായി നൈറ്റ് ഡ്രൈവിന് പോയതാ അല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല. നയന ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുമ്പോ എന്താടി ചിരിക്കുന്നത്, ഇവിടെ ആരോടും പറയാതെയാണോ രാത്രി ഇറങ്ങി പോകുന്നതെന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് അമ്മേ ഞാൻ അവളെ കൊണ്ട് പോയെന്ന് പറയുമ്പോ മതി നീ ഒന്നും മിണ്ടണ്ട, എന്ത് പറഞ്ഞാലും അവർക്ക് സപ്പോർട്ടായിട്ട് നീ വന്നോളൂല്ലോ എന്നൊക്കെ ആദർശിനോട് ദേവന് ചൂടാവാണ്. അപ്പം കനകം ജാനകി പറയുന്നുണ്ട് മോള് പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വായെന്ന് പറഞ്ഞിട്ട് നയനെ പറഞ്ഞു വിടുന്നുണ്ട്. എന്തായാലും മോക്ക് ചുരിദാർ ചെയ്യുന്നുണ്ട് കേട്ടോ, സാരിയേക്കാരും മോക്ക് മാച്ചിങ് ചുരിദാറാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന ചുരിദാർ മാറാൻ വേണ്ടി ഫ്രഷ് ആവാൻ വേണ്ടി റൂമിലേക്ക് പോവാണ്. അങ്ങനെ നയന കുളിച്ച് റെഡിയായിട്ട് വരുന്നുണ്ട്. പക്ഷെ ആരും തന്നെ അടുക്കളയിൽ ഒരു പാചകം ചെയ്യാതെ എല്ലാരും പത്രമൊക്കെ വായിച്ച് ചായ കുടിച്ചിരിക്കുന്ന കണ്ടിട്ട് കനകം ഓർക്കാണ്. ഇതെന്താ ഇവിടെ ആരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാനും കഴിക്കാറൊന്നും ഇല്ലേ എന്ന് ആലോചിക്കുന്നുണ്ട്. ആദർശാണെങ്കിലും പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ആനിയൊക്കെ കൂടി കളിയാക്കുന്നുണ്ട്. രാത്രി രണ്ടുപേരും കറങ്ങാൻ പോയതാണല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോഴേക്കും ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേവയാനിയും ജലജയും കൂടെ ചോദിക്കുകയാണ് അല്ല സമയത്രാന്ന് ഓർത്താണ് നിന്റെ വിചാരം, എവിടെ പോയാലും രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നറിയില്ലേ, സമയം കണ്ടോന്നൊക്കെ ചോദിച്ചിട്ട് അവള് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ഇപ്പൊ തന്നെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് നയന അകത്തേക്ക് പോവാണ്.